വർഷം 1480 റൊമാനിയയുടെ പ്രിൻസായ വ്ളാഡ് രാജകുമാരൻ തന്റെ ഭാര്യയായ എലിസബത്തയുമായി സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കുകയായിരുന്നു. അവരുടെ സ്നേഹത്തിന്റെ അടയാളമായി വ്ളാഡ് എലിസബത്തയ്ക്ക് ഒരു ചെറിയ മ്യൂസിക് ബോക്സ് സമ്മാനിക്കുന്നു. ഒരു ദിവസം അവർ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് വ്ളാഡിനെ വിളിക്കാൻ സൈനികർ എത്തുന്നു. ഒട്ടോമൻ തുർക്കികൾ രാജ്യത്തെ ആക്രമിക്കുകയാണ്. അവർ ഉടൻ തന്നെ വ്ളാഡിനെ യുദ്ധത്തിനായി തയ്യാറാക്കാൻ തുടങ്ങി. രാജ്യം യുദ്ധത്തിലായതിനാലും ശത്രുക്കൾ അടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടും എലിസബത്തയുടെ സുരക്ഷയ്ക്കായി അവളെ മറ്റൊരു കൊട്ടാരത്തിലേക്ക് മാറ്റാൻ വ്ളാഡ് തന്റെ ആളുകളോട് ഉത്തരവിടുന്നു. പുറപ്പെടുന്നതിന് മുമ്പ് പോപ്പിന്റെ അനുഗ്രഹം വാങ്ങുന്ന വ്ളാഡ് തന്റെ ഭാര്യയ്ക്ക് ദൈവിക സംരക്ഷണം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എലിസബത്ത തന്റെ അംഗരക്ഷകരോടൊപ്പം കാട്ടിലൂടെ സഞ്ചരിച്ച് മറ്റൊരു കോട്ടയിലേക്ക് പോകുകയാണ്. പക്ഷെ മരങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്ന ശത്രു സൈനികർ അമ്പെയ്ത് അവരുടെ കാവൽക്കാരെ വീഴ്ത്തുന്നു. മറ്റു കാവൽക്കാർ പോരാടാൻ വേണ്ടി തയ്യാറെടുക്കുകയും എലിസബത്തിയോട് കുതിരപ്പുറത്ത് മുന്നോട്ട് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇതേസമയം കാടിന് പുറത്ത് ശത്രു സൈന്യത്തെ തടയാനായി വ്ളാഡ് എണ്ണ വീപ്പകൾ തകർത്ത് തീ കൊണ്ട് ഒരു പ്രതിരോധ നിര തീർക്കുന്നു. വളരെ കഠിനമായ ഒരു യുദ്ധം ആരംഭിക്കുകയും ഇരുവശത്തു നിന്നും അനേകം ആളുകൾ മരിച്ചു വീഴുകയും ചെയ്യുന്നു. എങ്കിലും വ്ളാഡിന്റെ സൈന്യത്തിന് തന്നെയായിരുന്നു മുൻതൂക്കം. അവരുടെ പോരാട്ട വീര്യത്താൽ അവർ യുദ്ധം ജയിക്കുന്നു. സുൽത്താന്റെ മുന്നിൽ തന്റെ എതിരാളികളുടെ തലകൾ കുന്തത്തിൽ കുത്തി നിർത്തി വ്ളാഡ് നിൽക്കുമ്പോഴാണ് തന്റെ ഭാര്യ ആക്രമിക്കപ്പെട്ട വിവരം അയാൾ അറിയുന്നത്. ഉടൻ തന്നെ വ്ളാഡ് അവളെ തിരഞ്ഞു പോകുന്നു. അതേസമയം ശത്രു സൈനികർ തന്നെ പിന്തുടരുമ്പോൾ എലിസബത്ത കുതിരപ്പുറത്ത് അതിവേഗം രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ചെന്നായകളുടെ കാട് എന്നറിയപ്പെടുന്ന പ്രദേശത്ത് മഞ്ഞിനടിയിൽ ആയിരക്കണക്കിന് കരടിക്കെണികൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. രണ്ട് ശത്രു സൈനികർ ഈ കെണികളിൽ വീണുവെങ്കിലും എലിസബത്ത അവയെ സമർത്ഥമായി വെട്ടിച്ചു മാറ്റുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ അവളുടെ കുതിര ഒരു കെണിയിൽ അകപ്പെടുകയും അവൾ താഴെ വീഴുകയും ചെയ്യുന്നു. ഉടൻ തന്നെ ശത്രുക്കൾ അവളെ വളഞ്ഞു. അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ എലിസബത്തയും ഒരു കെണിയിൽ അകപ്പെടുന്നു. അപ്പോഴേക്കും വ്ളാഡ് അവിടെ എത്തിയെങ്കിലും അയാളുടെ കുതിരയും കെണിയിൽ വീഴുന്നു. അവിടുന്ന് എഴുന്നേറ്റ് വ്ളാഡ് രണ്ട് ശത്രുക്കളെ വധിക്കുന്നു. എലിസബത്തയെ ആക്രമിക്കാൻ വരുന്ന സൈനികനെ കൊല്ലാൻ വ്ളാഡ് എറിഞ്ഞ വാൾ അബദ്ധത്തിൽ എലിസബത്തയുടെ ശരീരത്തിലും തറയ്ക്കുന്നു. എലിസബത്തയുടെ മൃതശരീരവും അടിയിൽ കിടത്തി വ്ളാഡ് പൊട്ടിക്കരയുന്നു. അയാൾ ഉടനെ തന്നെ പോപ്പിനെ കാണുകയും തന്റെ ഭാര്യയെ സംരക്ഷിക്കാത്തതിന് ദൈവത്തിനെതിരെ ആക്രോശിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ നാമത്തിൽ താൻ ഇത്രയധികം ആളുകളെ കൊന്നിട്ടും എലിസബത്തയെ തിരികെ നൽകാൻ ദൈവം തയ്യാറായില്ലെന്ന് അയാൾ കുറ്റപ്പെടുത്തുന്നു. എലിസബത്തയെ തിരികെ കൊണ്ടുവരാൻ ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ പോപ്പിനോട് ആവശ്യപ്പെടുന്നുവെങ്കിലും അദ്ദേഹത്തിന് അതിന് കഴിഞ്ഞില്ല. ഇതോടെ ദേഷ്യം വന്ന വ്ളാഡ് ഒരു കുരിശ് ഉപയോഗിച്ച് പോപ്പിനെ കൊല്ലുന്നു. എലിസബത്തയെ തിരികെ കൊണ്ടുവന്നില്ലെങ്കിൽ ഇനി മുതൽ താൻ ദൈവത്തെ അനുസരിക്കില്ലെന്ന് അയാൾ പ്രഖ്യാപിക്കുന്നു. പെട്ടെന്ന് ആ മുറിയിൽ കാറ്റ് വീശുകയും യേശുവിന്റെ പ്രതിമ കരയാൻ തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ ഇത് കണ്ട് വ്ളാഡ് അഭിമാനത്തോടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഭയന്നു പോയ അയാളുടെ സൈനികർക്ക് വ്ളാഡിനെ പള്ളിയിൽ നിന്ന് ബലം പ്രയോഗിച്ച് പുറത്തേക്ക് കൊണ്ടുപോകേണ്ടി വന്നു. ഈ സംഭവങ്ങൾക്ക് ശേഷം ഇപ്പോൾ 400 വർഷങ്ങൾ കഴിഞ്ഞു. ഫ്രാൻസിലെ പാരീസ് നഗരത്തിൽ ഒരു വൈദികൻ ഡോക്ടർ ഡിയോണ്ടിനെ കാണാൻ ഒരു മാനസിക രോഗാശുപത്രി സന്ദർശിക്കുന്നു. മാനസിക രോഗികൾ ബഹളം വയ്ക്കുന്നതും ഡോക്ടർമാർ അവരെ വലിച്ചിഴയ്ക്കുന്നതുമായി ഇടനാഴികളിലൂടെ നടന്ന് അവർ ചങ്ങലയിൽ പൂട്ടിയിട്ടിരിക്കുന്ന മരിയ എന്ന സ്ത്രീയുടെ അടുത്തേക്ക് എത്തുന്നു. ഇറ്റലിക്കാരിയായ മരിയ ഇംഗ്ലണ്ടിലെ രാജ്ഞിയുടെ അനന്തരവന്റെ പ്രതിശ്രുത വധുവാണ്. പള്ളിയിൽ വെച്ചുള്ള വിവാഹത്തെ അവൾ എതിർത്തതിനാൽ കുടുംബ വീട്ടിൽ വെച്ചാണ് വിവാഹം നടത്താൻ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ വിവാഹം ആശീർവദിക്കാനായി ഒരു ബിഷപ്പിനെ അവിടെ എത്തിച്ചപ്പോൾ മരിയ നിയന്ത്രണം വിട്ട് പെരുമാറാൻ തുടങ്ങി. രേഖകൾ പ്രകാരം മരിയ ജനിച്ചത് 1759 എന്നാൽ അത് അസാധ്യമാണ്. കാരണം അങ്ങനെയെങ്കിൽ അവൾക്ക് 130 വയസ്സ് പ്രായമുണ്ടാകണം. അവളുടെ പ്രായവും ദൈവത്തോടുള്ള അവളുടെ വിദ്വേഷവും അവൾ ഒരു പിശാചിന്റെ സൃഷ്ടിയാണോ എന്ന് അവരെ ചിന്തിപ്പിക്കുന്നു. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ ഉണരുന്ന മരിയ അവരെ നോക്കി ചീറ്റുന്നു. വൈദികൻ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അവളുടെ കൂർത്ത പല്ലുകൾ കാണുന്നു. അവൾ ഒരു വാമ്പയർ ആണെന്ന് അയാൾ ഉറപ്പിക്കുന്നു. ജീവനോടെ പിടികൂടപ്പെടുന്ന ആദ്യത്തെ വാമ്പയർ അവളാണെന്നും വാമ്പയറുകൾക്ക് സൂര്യപ്രകാശം ഏൽക്കുന്നത് താങ്ങാൻ കഴിയില്ലെന്നും അതുകൊണ്ട് തന്നെ രാത്രി മാത്രമേ അവ പുറത്തിറങ്ങുകയുള്ളൂ എന്നും ആ വൈദികൻ ഡോക്ടറോട് പറയുന്നു. ഇത് തെളിയിക്കാനായി അയാൾ ജനൽ തുറക്കുമ്പോൾ സൂര്യപ്രകാശം ഏറ്റ് അവളുടെ ചർമ്മം പൊള്ളുന്നു. വൈദികൻ ഒരു കുരിശുരൂപം അവളുടെ മുഖത്തിന് നേരെ പിടിക്കുമ്പോൾ അതിന് തീ പിടിക്കുന്നു. തുടർന്ന് മരിയയെ കൊണ്ട് സത്യം പറയിപ്പിക്കാനായി ഡോക്ടറുടെ സഹായിയായ സൈമണിന്റെ വിരൽ മുറിച്ച് രക്തം അവളുടെ വായിൽ ഒഴിക്കുന്നു. അവളുടെ കഴുത്തിലെ കടിയേറ്റ പാടുകൾ വൈദികൻ പരിശോധിച്ചു നോക്കുന്നു. വാമ്പയറുകളെ നൂറ്റാണ്ടുകളായി സഭ നേരിടുന്നുണ്ടെങ്കിലും ഇതിനെല്ലാം തുടക്കമിട്ട യഥാർത്ഥ വാമ്പയറെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ആദ്യത്തെ വാമ്പയർ തന്റെ യജമാനനാണെന്നും അദ്ദേഹം തന്റെ രാജകുമാരിയെ തിരഞ്ഞ് ഉടൻ ഈ നഗരത്തിലേക്ക് എത്തുമെന്നും മരിയ പറയുന്നു. അതേസമയം ഒരു വക്കീലായ ജോനാഥൻ രാത്രിയിൽ ഒരു കുതിരവണ്ടിയിൽ കാട്ടിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. ചെന്നായകൾ ഉടൻ പുറത്തിറങ്ങുമെന്നും അതിനാൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും പറഞ്ഞ് ഡ്രൈവർ പെട്ടെന്ന് വണ്ടി നിർത്തുന്നു. ജോനാഥനെ അവന്റെ ലഗേജും ഒരു പന്തവും പിന്നെ ഒരു കുരിശുരൂപവും ഏൽപ്പിച്ച് അയാൾ അവിടെ ഉപേക്ഷിച്ചു പോകുന്നു. ഒരു നിരീശ്വരവാദിയായിരുന്നിട്ടും ജോനാഥൻ ആ കുരിശ് സ്വീകരിച്ചു. കയ്യിലുള്ള പന്തം കാട്ടി ചെന്നായകളെ അകറ്റി നിർത്തി ജോനാഥൻ ഒടുവിൽ ഒരു വലിയ കൊട്ടാരത്തിൽ എത്തിച്ചേരുന്നു. അവൻ അകത്തേക്ക് പ്രവേശിച്ച ഉടനെ കൊട്ടാരവാതിൽ താനെ അടയുന്നു. മറ്റൊരു വാതിലും സ്വയം തുറക്കുകയും അടയുകയും ചെയ്യുന്നു. ജോനാഥൻ അകത്തെ ഒരു മുറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരാൾ ബാൽക്കണിയിൽ നിൽക്കുന്നത് കാണുന്നു. എന്നാൽ മിന്നലിനിടയിൽ ആ രൂപം അപ്രത്യക്ഷമാകുന്നു. പെട്ടെന്ന് തന്റെ പിന്നിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വൃദ്ധനെ കണ്ട് ജോനാഥൻ ഞെട്ടിപ്പോകുന്നു. ആ വൃദ്ധൻ ജോനാഥന്റെ കയ്യിലുണ്ടായിരുന്ന പന്തം എറിഞ്ഞു കളഞ്ഞ ശേഷം
വിളക്കുകൾ തെളിക്കുന്നു. താൻ വ്ലാഡ് പ്രഭു ആണെന്നും കൗണ്ട് ഡ്രാക്കുള എന്നും അറിയപ്പെടുന്നുവെന്നും അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തുന്നു. ശേഷം അവർ ഭക്ഷണമേശയിൽ ഇരിക്കുന്നു. അവിടെ വിളമ്പിയ സ്വാദിഷ്ടമായ ഭക്ഷണം ജോനാഥൻ കഴിക്കുന്നുണ്ടെങ്കിലും ഡ്രാക്കുള ഒന്നും കഴിക്കുന്നില്ല. കൈകൊണ്ട് ഒന്ന് ആംഗ്യം കാണിച്ചപ്പോൾ ഒരു പ്ലേറ്റ് ജോനാഥന്റെ അടുത്തേക്ക് താനെ നീങ്ങുന്നു. ഇതൊരു മാന്ത്രിക വിദ്യയാണെന്നാണ് അവൻ കരുതുന്നത്. ജോനാഥൻ തന്റെ ബാഗിൽ പേപ്പറുകൾ തിരിയുന്നതിനിടയിൽ ഡ്രാക്കുള ഒരു എലിയെ ഫോർക്ക് കൊണ്ട് കുത്തിക്കൊല്ലുകയും അതിനെ കൈകൊണ്ട് ഞെക്കിപ്പിഴിഞ്ഞ് രക്തം ഒരു കപ്പിലൊഴിച്ച് കുടിക്കുകയും ചെയ്യുന്നു. താൻ വന്ന കാര്യം ജോനാഥൻ വിശദീകരിക്കാൻ തുടങ്ങി. അയാൾ ഒരു കൗണ്ടിയെ പ്രതിനിധീകരിച്ചാണ് ഇങ്ങോട്ട് വന്നത്. ഡ്രാക്കുളയുടെ ഉടമസ്ഥതയിലുള്ള പാരീസിലെ ഒരു പഴയ ആശ്രമം വിലയ്ക്ക് വാങ്ങാൻ അവർക്ക് താല്പര്യമുണ്ട്. അതൊരു ആശുപത്രിയാക്കി മാറ്റാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ രേഖകൾ പുറത്തെടുക്കുന്നതിനിടയിൽ ജോനാഥന്റെ കയ്യിൽ നിന്നും കുരിശുരൂപം താഴെ വീഴുന്നു. ജോനാഥൻ ഒരു വിശ്വാസിയാണോ എന്ന് ഡ്രാക്കുള ചോദിക്കുമ്പോൾ താൻ വിശ്വാസിയല്ലെന്നും ഡ്രൈവർ തന്നതാണ് അതെന്നും അവൻ മറുപടി നൽകുന്നു. മറ്റൊരു ആംഗ്യത്തിലൂടെ ഡ്രാക്കുള ആ കുരിശുരൂപം തീയിലേക്ക് എറിയുന്നു. പെട്ടെന്ന് ജോനാഥന്റെ അരികിൽ പ്രത്യക്ഷപ്പെട്ട് ഉറങ്ങാൻ സമയമായെന്ന് അയാൾ പറയുന്നു. ജോനാഥനെ അവന്റെ മുറിയിലാക്കിയ ശേഷം രാത്രിയിൽ ആ മുറി വിട്ട് പുറത്തിറങ്ങരുതെന്ന് ഡ്രാക്കുള അയാൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നു. തുടർന്ന് ഡ്രാക്കുള ഭക്ഷണമുറിയിലേക്ക് മടങ്ങുകയും സംഗീതം കേൾപ്പിക്കുകയും ചെയ്യുന്നു. ജോനാഥനെ നിരീക്ഷിക്കാൻ ഒരു ഗാർഗോയിലിനോട് അദ്ദേഹം ആവശ്യപ്പെടുന്നു. കല്ലിൽ കൊത്തിയ വിചിത്ര രൂപങ്ങളാണ് ഗാർഗോയിലുകൾ. ഈ കോട്ടയിലെ ഡ്രാക്കുളയുടെ സേവകരാണവർ. തന്റെ മുറിയിൽ കണ്ട ഒരു പുസ്തകത്തിൽ നിന്നും ജോനാഥൻ ആ കൊട്ടാരത്തിന്റെ ചരിത്രം വായിക്കുന്നു. അതിൽ യുവാവായ വ്ലാഡിന്റെ ഒരു ചിത്രം ഉണ്ടായിരുന്നെങ്കിലും പ്രഭുവിന്റെ ഔദ്യോഗിക ചിത്രം അവിടെ നിന്നും കാണാതായ നിലയിലായിരുന്നു. അതേസമയം വൈദികൻ മരിയയുടെ പ്രതിശ്രുത വരനായ ഹെൻറിയെ സന്ദർശിക്കുന്നു. മരിയ ശാരീരികമായി ആരോഗ്യവതിയാണെന്നും എന്നാൽ അവളിൽ തിന്മയെ പുറന്തള്ളാനുള്ള ശ്രമത്തിലാണ് തങ്ങളെന്നും അയാൾ അറിയിക്കുന്നു. തുടർന്ന് വൈദികൻ തെളിവുകൾക്കായി മരിയയുടെ മുറി പരിശോധിക്കുകയും അവിടെ നിന്ന് എലിസബത്തിയുടെ ചിത്രമടങ്ങിയ പുസ്തകത്തിൽ നിന്ന് കീറിയെടുത്ത ആ പേജ് കണ്ടെത്തുകയും ചെയ്യുന്നു. ഇതേസമയം ഡ്രാക്കുള കോട്ടയിൽ അർദ്ധരാത്രി ആയപ്പോൾ വിലക്ക് ലംഘിച്ച് ജോനാഥൻ തന്റെ മുറിക്ക് പുറത്തിറങ്ങുന്നു. ഒരു വാതിലിന് പിന്നിൽ വെളിച്ചം കണ്ട് അവൻ ഉള്ളിലേക്ക് കടക്കുന്നു. പേടിപ്പെടുത്തുന്ന ആ ഗോവണിപ്പടികൾ ചെന്നെത്തുന്നത് മനോഹരമായ ഒരു നിലവറയിലേക്കാണ്. അവിടെ മധ്യത്തിലായി ഒരു ശവപ്പെട്ടി ഇരിക്കുന്നത് അവൻ കാണുന്നു. അത് തുറന്ന ജോനാഥൻ അതിനുള്ളിൽ ഉറങ്ങുന്ന ഡ്രാക്കുളയെ കണ്ട് ഞെട്ടുന്നു. താൻ പറഞ്ഞത് അനുസരിക്കാതെ മുറിക്ക് പുറത്തിറങ്ങിയതിന് ഡ്രാക്കുള അവനെ ശാസിച്ചു. പെട്ടെന്ന് തന്നെ ഒരു ഗാർഗോയിൽ ജോനാഥനെ അടിച്ചു വീഴ്ത്തുകയും ചെയ്തു. ബോധം വരുമ്പോൾ ഗാർഗോയിലുകൾ തന്നെ ചങ്ങലിൽ ബന്ധിച്ചിരിക്കുന്നതായാണ് ജോനാഥൻ കാണുന്നത്. അവർ അവനെ തലകീഴായി കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. ഡ്രാക്കുള അവന്റെ കഴുത്തിൽ ഒരു മുറിവുണ്ടാക്കി രക്തം ഒരു പാത്രത്തിലേക്ക് ഇറ്റിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഒരു ജീവിയെ സൃഷ്ടിക്കാൻ ദൈവത്തിന് എങ്ങനെ കഴിഞ്ഞുവെന്ന് ജോനാഥൻ അത്ഭുതപ്പെടുമ്പോൾ ഡ്രാക്കുള വിചിത്രമായ രീതിയിൽ ചിരിക്കുകയും അവന്റെ അവസാന ആഗ്രഹം ചോദിക്കുകയും ചെയ്യുന്നു. ഡ്രാക്കുളയുടെ കഥ അറിയണമെന്നാണ് ജോനാഥൻ ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യം രസകരമായി തോന്നിയ ഡ്രാക്കുള അവനെ താഴെ ഇറക്കാൻ ഉത്തരവിടുന്നു. എലിസബത്തയുടെ ശവസംസ്കാര ചടങ്ങുകൾ ഓർത്തെടുത്തുകൊണ്ട് ഡ്രാക്കുള തന്റെ കഥ പങ്കുവെക്കുവാൻ തുടങ്ങി. നല്ല ആത്മാക്കൾക്ക് പുനർജന്മമുണ്ടെന്ന് തനിക്ക് അറിയാമായിരുന്നുവെന്നും അതുകൊണ്ടാണ് നൂറ്റാണ്ടുകളോളം താൻ അവൾക്കായി കാത്തിരുന്നതെന്നും ഡ്രാക്കുള പറയുന്നു. പക്ഷെ ആ തിരച്ചിൽ അത്ര എളുപ്പമായിരുന്നില്ല. പ്ലേഗ് രോഗം പടർന്നു പിടിച്ച കാലത്ത് പകുതിയിലധികം സ്ത്രീകളും മരിച്ചുപോയി. ബാക്കിയുള്ളവർ തനിക്ക് പ്രവേശനമില്ലാത്ത പുണ്യസ്ഥലങ്ങളിലായിരുന്നു. മരിക്കാൻ കഴിയുന്ന മനുഷ്യരോട് അസൂയ തോന്നുമാറ് അയാൾ അത്രമേൽ ഏകാന്തനായിരുന്നു. ഒരിക്കൽ എലിസബത്തിയുടെ കല്ലറയ്ക്ക് മുകളിൽ കിടന്നുറങ്ങിയ വ്ലാഡ് പിറ്റേന്ന് അതിയായ ദുഃഖത്തോടെ ജനലിലൂടെ താഴേക്ക് ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചു. എന്നാൽ ആ വീഴ്ചയും അയാൾ അതിജീവിച്ചു. പലതവണ ശ്രമിച്ചെങ്കിലും മരണം അയാളിൽ നിന്നും അകന്നു നിന്നു. ലോകം മുഴുവൻ തിരയുക അസാധ്യമായതിനാൽ എലിസബത്തയെ തന്റെ അടുത്തേക്ക് ആകർഷിക്കാൻ അയാൾ ഒരു പദ്ധതി ഇട്ടു. ഒരു നൂറ്റാണ്ടിലധികം സമയമെടുത്ത് ലോകത്തിലെ ഏറ്റവും മികച്ച പൂന്തോട്ടങ്ങളിലെ പൂക്കൾ ഉപയോഗിച്ച് ഒരു സുഗന്ധദ്രവ്യം വികസിപ്പിച്ചെടുത്തു. ഇറ്റലിയിൽ വെച്ച് അത് പരീക്ഷിച്ചപ്പോൾ സ്ത്രീകൾ അദ്ദേഹത്തെ പിന്തുടരാൻ തുടങ്ങി. ആ സുഗന്ധത്തിന് ആളുകളെ വശീകരിച്ച് നൃത്തം ചെയ്യിക്കാൻ പോലും ശേഷിയുണ്ടായിരുന്നു. ഒരിക്കൽ ഫ്രാൻസിലെ വേഴ്സായ്സിൽ വെച്ച് നടന്ന ഒരു പാർട്ടിയിൽ വെച്ച് താൻ എലിസബത്തെ കണ്ടു എന്ന് അയാൾ കരുതിയെങ്കിലും അത് അവളായിരുന്നില്ല. ആ തെറ്റ് അദ്ദേഹത്തെ തളർത്തി. താൻ വെറും സുഖലോലുപതയിലും മദ്യത്തിലും മുങ്ങി അലയുകയാണെന്ന് വ്ലാഡ് തിരിച്ചറിഞ്ഞു. അതോടെ തിരച്ചിൽ അവസാനിപ്പിച്ച ഡ്രാക്കുള മറ്റുള്ളവരെ കൊണ്ട് അത് ചെയ്യിക്കാൻ തീരുമാനിച്ചു. അവിടെ ഉണ്ടായിരുന്ന മരിയ ഉൾപ്പെടെയുള്ള സ്ത്രീകളെ കടിച്ച് അവർ വാമ്പയറുകളാക്കി മാറ്റി. ശേഷം എലിസബത്തിയുടെ കല്ലറ തകർത്തു നോക്കിയപ്പോൾ ചാരമല്ലാതെ മറ്റൊന്നും കണ്ടെത്താനായില്ല. മാനസികമായി തകർന്ന ഡ്രാക്കുള ഇനി കൊട്ടാരം വിട്ട് പുറത്തു പോയില്ലെന്ന് തീരുമാനിച്ചു. ഗാർഗോയിലുകൾ അയാളുടെ ഭൃത്യന്മാരായി സേവനം ചെയ്യുകയും വാമ്പയറുകൾ തിരച്ചിൽ തുടരുകയും ചെയ്തു. അങ്ങനെ ഡ്രാക്കുള തന്റെ ഇത്രയും നാളത്തെ കഥ ജോനാഥന് പറഞ്ഞു കൊടുത്തു. തന്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണെന്നും അതുകൊണ്ട് ഇത്രയും വലിയ പ്രണയം തനിക്ക് മനസ്സിലാകുമെന്ന് ജോനാഥൻ ഡ്രാക്കുളയോട് പറയുന്നു. അവന്റെ ലോക്കറ്റിൽ പ്രതിശ്രുത വധുവായ മിനയുടെ ചിത്രമുണ്ടായിരുന്നു. ആ ചിത്രം കണ്ട ഡ്രാക്കുള വികാരാധീനനാകുന്നു. ആ സ്ത്രീ തന്റെ ഭാര്യ എലിസബത്തിയുടെ പുനർജന്മമാണെന്ന് അയാൾ മനസ്സിലാക്കുന്നു. തന്റെ ഭാര്യയുമായി വീണ്ടും ഒന്നിക്കാൻ സഹായിച്ചതിന് പകരമായി ജോനാഥനെ ജീവനോടെ വിടാൻ അയാൾ തീരുമാനിക്കുന്നു. എലിസബത്തെ കാണുന്നതിന് മുമ്പ് തനിക്ക് സുന്ദരനാകണമെന്നും അതിനാൽ ധാരാളം രക്തം കൊണ്ടുവരാനും ഡ്രാക്കുള ഗാർഗോയിലുകളോട് ഉത്തരവിടുന്നു. ഇതേസമയം പാരീസിൽ വൈദികൻ തനിക്ക് ലഭിച്ച ചിത്രം ഡുമോണ്ടിനെ കാണിക്കുന്നു. ഡ്രാക്കുളയെ പിടികൂടണമെങ്കിൽ ഈ ചിത്രത്തിലുള്ളതുപോലെ ഇരിക്കുന്ന സ്ത്രീയെ കണ്ടെത്തണമെന്ന് അദ്ദേഹം പറയുന്നു. ഡ്രാക്കുള ഈ സ്ത്രീയെ ഇപ്പോൾ തിരയുന്നുണ്ടാവും. അവളെ കിട്ടിയാൽ നമുക്ക് ഡ്രാക്കുളയെയും കണ്ടെത്താൻ കഴിയും. ദൈവനിന്ദ നടത്തുന്നവർക്ക്
ബലാത്സംഗം മരണം നൽകാൻ ദൈവം വിസമ്മതിച്ചേക്കാമെന്ന് ഒരു പുസ്തകത്തിലെ വരികൾ ഉദ്ധരിച്ച് വൈദികൻ വിശദീകരിക്കുന്നു. എന്നാൽ കുറ്റവാളി ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചാൽ ദൈവം അവരോട് ക്ഷമിക്കുമെന്നും അത് ആ ശാപം നീക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇതിനർത്ഥം ഡ്രാക്കുള കൊല്ലപ്പെട്ടാൽ അവൻ സൃഷ്ടിച്ച വാമ്പയറുകളെല്ലാം വീണ്ടും മനുഷ്യരായി മാറുമെന്നാണ്. ആ സമയത്ത് ഓഫീസിലേക്ക് വരുന്ന സൈമൺ ചിത്രത്തിലേക്ക് നോക്കുകയും സന്ദർശകർ ഇരിക്കുന്ന സ്ഥലത്ത് ഇതേപോലെ ഇരിക്കുന്ന സ്ത്രീ ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. ഡുമോണ്ടും വൈദികനും ഉടൻ തന്നെ അടുത്ത മുറിയിലേക്ക് ചെന്ന് മിനയെ കാണുന്നു. താൻ മരിയയുടെ അടുത്ത സുഹൃത്താണെന്ന് മിന അവരോട് പറയുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പാർട്ടിയിൽ വെച്ചാണ് അവർ കണ്ടുമുട്ടിയതെന്നും അന്നു മുതൽ മരിയ എപ്പോഴും തന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നുവെന്നും മിന വിശദീകരിക്കുന്നു. ബിഷപ്പിനെ കണ്ട് നിയന്ത്രണം വിടുന്നത് വരെ മരിയ വളരെ മാന്യമായാണ് പെരുമാറിയിരുന്നത്. താൻ ഈ കാലഘട്ടത്തിന് ചേർന്നവളല്ല എന്ന തോന്നൽ ഉള്ളതിനാൽ സ്വന്തം വിവാഹത്തെക്കുറിച്ച് തനിക്ക് സംശയങ്ങളുണ്ടെന്നും മീന സമ്മതിക്കുന്നു. അതേസമയം ഡ്രാക്കുള ഒരു യാചകന്റെ വേഷത്തിൽ ഒരു ആശ്രമത്തിലെത്തുന്നു. അവിടുത്തെ കന്യാസ്ത്രീകൾ അയാൾക്ക് അഭയം നൽകാൻ സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ ചാപ്പലിനുള്ളിൽ പ്രവേശിച്ച ഉടൻ ഡ്രാക്കുള തന്റെ വേഷം ഉപേക്ഷിക്കുകയും യേശുവിന്റെ രൂപത്തിന്മേൽ തന്റെ മാന്ത്രിക സുഗന്ധം തളിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട് ആശ്രമത്തിലെ കന്യാസ്ത്രീകളെല്ലാം ചാപ്പലിലേക്ക് ഓടിയെത്താൻ തുടങ്ങി. കാമത്താൽ വശീകരിക്കപ്പെട്ട അവർ ഡ്രാക്കുളയുടെ ചുറ്റും വീഴുകയും അയാളുടെ ശ്രദ്ധ കിട്ടാനായി ആവേശം കാണിക്കുകയും ചെയ്യുന്നു. ഒട്ടും മടിക്കാതെ ഡ്രാക്കുള അവർ ഓരോരുത്തരുടെയും രക്തം കുടിക്കാൻ തുടങ്ങുന്നു. ഇതേസമയം ഡ്രാക്കുള കോട്ടയിൽ താൻ തനിച്ചായ ഒരു സമയം നോക്കി ജോനാഥൻ ഒരു പുതപ്പ് ഉപയോഗിച്ച് അടുത്തുള്ള ആയുധങ്ങൾ വലിച്ചെടുക്കുകയും തന്റെ ചങ്ങലകൾ തകർക്കുകയും ചെയ്യുന്നു. ഒരു ഗാർഗോയിൽ മുറിയിലേക്ക് വരുമ്പോൾ ജോനാഥൻ ജനലിലൂടെ പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നത് കാണുന്നു. അത് ഉടൻ തന്നെ ജോനാഥന്റെ താങ്ങായി പിടിച്ചിരുന്ന പുതപ്പ് മുറിച്ചു മാറ്റുന്നു. എങ്കിലും ചുവരിൽ മുറുകെ പിടിക്കാൻ ജോനാഥന് കഴിഞ്ഞു. ഭിത്തിയിലെ സുഷിരങ്ങളിലൂടെ ഗാർഗോയിലുകൾ അവനെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവയ്ക്ക് അതിന് സാധിക്കുന്നില്ലായിരുന്നു. ഒടുവിൽ അവരിൽ ഒരാൾ ഒരു കൊളുത്ത് ഉപയോഗിച്ച് അവനെ അടിച്ച് താഴെയിടുന്നു. ജോനാഥൻ മഞ്ഞിലൂടെ ഉരുണ്ടു വീണ് ഉറഞ്ഞു കിടക്കുന്ന ഒരു തടാകത്തിന് മുകളിൽ ചെന്ന് നിൽക്കുന്നു. ഒരു ഗാർഗോയിൽ അവനെ പിന്തുടരാൻ ശ്രമിക്കുമ്പോൾ ഐസ്പാളി തകരുകയും അത് വെള്ളത്തിൽ മുങ്ങിപ്പോകുകയും ചെയ്യുന്നു. ഇത് കണ്ട് പേടിച്ച മറ്റ് ഗാർഗോയിലുകൾ അവനെ എങ്ങനെ പിടിക്കണമെന്ന് അറിയാതെ നിൽക്കുന്നു. ഈ അവസരം മുതലെടുത്ത് ജോനാഥൻ അവിടെ നിന്നു രക്ഷപ്പെട്ടു. കുറച്ചു ദിവസത്തിന് ശേഷം കൂടുതൽ ചെറുപ്പക്കാരനായും ആരോഗ്യവാനായും ഡ്രാക്കുള മരിയയെ ചികിത്സിക്കുന്ന മെന്റൽ ഹോസ്പിറ്റലിൽ എത്തുന്നു. തന്റെ മാന്ത്രിക സുഗന്ധം ഉപയോഗിച്ച് അയാൾ സൈമണെ വശീകരിക്കുകയും മരിയയുടെ മുറിയിലേക്ക് തന്നെ കൊണ്ടുപോകാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. താൻ എലിസബത്തിയെ കണ്ടെത്തിയെന്ന് മരിയ ഡ്രാക്കുളയോട് പറയുന്നു. ഇതിന് പ്രതിഫലമായി സൈമണിനെ രക്തം കുടിക്കാൻ അയാൾ മരിയയെ അനുവദിക്കുന്നു. പിറ്റേന്ന് രാവിലെ വ്ലാഡിന്റെ ഒരു ചിത്രം കണ്ടെത്താൻ വൈദികന് കഴിയുന്നു. പിന്നീട് ആശുപത്രിയിൽ എത്തുന്ന അദ്ദേഹത്തോട് മരിയ അപ്രത്യക്ഷമായ വിവരം ഡുമോണ്ട് അറിയിക്കുന്നു. ഇതേസമയം വാമ്പയറായി മാറിയ സൈമണെ കട്ടിലിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. സൈമണിന്റെ കൂർത്ത പല്ലുകളും അവന്റെ വസ്ത്രത്തിലെ കടുത്ത സുഗന്ധവും വൈദികൻ ശ്രദ്ധിക്കുന്നു. മരിയയെ കൊണ്ടുപോയ ആളെക്കുറിച്ചുള്ള വിവരണം കേൾക്കുന്നതോടെ മീന അപകടത്തിലാണെന്ന് വൈദികൻ തിരിച്ചറിയുന്നു. ഇതേസമയം മീന തന്റെ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ട് ചെന്ന് തുറന്നു നോക്കുമ്പോൾ തികച്ചും ആരോഗ്യവതിയായി കാണപ്പെടുന്ന മരിയയെ കണ്ട് അവൾ അത്ഭുതപ്പെടുന്നു. ഡോക്ടർ ഡുമോണ്ട് തന്നെ ഡിസ്ചാർജ് ചെയ്തതാണെന്ന് മരിയ അവളോട് പറയുന്നു. മീനയെ കാണാൻ അതിയായി ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തുണ്ടെന്ന് പറഞ്ഞ് മരിയ അവളോട് നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ ആവശ്യപ്പെടുന്നു. അവർ ഇരുവരും ഡ്രാക്കുള കാത്തിരിക്കുന്ന ഒരു ഹോട്ടലിലേക്ക് പോകുന്നു. തന്റെ ഭാര്യയുടെ മുഖം വീണ്ടും കണ്ട ഡ്രാക്കുള വികാരാധീനനായി കരയുന്നു. മീനയെ വല്ലാതെ പുകഴ്ത്തി സംസാരിച്ച ശേഷം ഡ്രാക്കുള അവളുടെ കൈകളിൽ ചുംബിക്കുന്നു. ആ നിമിഷം അവർ ഒന്നിച്ചുള്ള ദൃശ്യങ്ങൾ മീനയുടെ മനസ്സിൽ തെളിയുന്നു. അസ്വസ്ഥത തോന്നിയ മീന കൈ പിൻവലിക്കുകയും മരിയയോടൊപ്പം അവിടുത്തെ ഉത്സവത്തിൽ പങ്കുചേരാൻ പോവുകയും ചെയ്യുന്നു. ഭക്ഷണം, പാനീയങ്ങൾ, വിനോദങ്ങൾ എന്നിവ ആസ്വദിക്കുന്ന അവർക്ക് പിന്നാലെ ഡ്രാക്കുളയും കൂടുന്നു. അവിടെയുള്ള ഒരു പ്രേതാലയത്തിൽ വെച്ച് അവർ തമ്മിൽ പിരിയുകയും മിന വഴി തെറ്റുകയും ചെയ്യുന്നു. ഒരു വ്യാജ അസ്ഥികൂടത്തെ കണ്ട് പേടിച്ച മിന നിലവിളിക്കുമ്പോൾ ഡ്രാക്കുള പെട്ടെന്ന് അവളുടെ അരികിലെത്തി അവളെ പുറത്തേക്ക് നയിക്കുന്നു. ഷൂട്ടിംഗ് ബൂത്തിൽ വെച്ച് ഡ്രാക്കുള അവളെ തോക്ക് ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നു. അയാളുടെ ആലിംഗനത്തിൽ മീനയ്ക്ക് വീണ്ടും പഴയകാല ഓർമ്മകൾ ഉണ്ടാകുന്നു. പിന്നീട് വെടിക്കെട്ട് കാണാനായി കാത്തിരിക്കുന്നതിനിടയിൽ വിശ്രമിക്കാൻ ഡ്രാക്കുള അവരെ തന്റെ ഹോട്ടൽ മുറിയിലേക്ക് ക്ഷണിക്കുന്നു. ഡ്രാക്കുള മീനയ്ക്ക് ആ ചെറിയ മ്യൂസിക് ബോക്സ് കാണിച്ചു കൊടുത്തു. അതിലെ സംഗീതം കേൾക്കുമ്പോൾ താൻ എലിസബത്തെയാണെന്ന ദൃശ്യങ്ങൾ മിനയുടെ മനസ്സിൽ വരാൻ തുടങ്ങുന്നു. പെട്ടെന്ന് പിന്നോട്ട് മാറിയ മിന ഡ്രാക്കുള തന്നെ വശീകരിക്കാൻ മന്ത്രവിദ്യ പ്രയോഗിക്കുകയാണെന്ന് ആരോപിക്കുന്നു. എലിസബത്തിയുടെ കഥയും അവരുടെ പുനർജന്മത്തിനായുള്ള തന്റെ കാത്തിരിപ്പും ഡ്രാക്കുള വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും താൻ വെറും മീന മാത്രമാണെന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞു. ആ മ്യൂസിക് ബോക്സ് അവൾക്ക് സമ്മാനമായി നൽകി അയാൾ ആ സംഭാഷണം അവസാനിപ്പിച്ചു. ആ രാത്രിയുടെ ഒടുവിൽ ഡ്രാക്കുള മീനയെ വീട്ടിൽ കൊണ്ടുചെന്ന് ആക്കുകയും ചെയ്തു. എന്നാൽ വീട്ടിലെത്തിയ മീന കാണുന്നത് അസുഖബാധിതനായ ജോനാഥനെ ചികിത്സിക്കുന്ന വൈദികനെയും ഡുമോണ്ടിനെയുമാണ്. ജോനാഥന് സംഭവിച്ച കാര്യങ്ങൾ വൈദികൻ വിവരിക്കുന്നുണ്ടെങ്കിലും ഡ്രാക്കുള അത്രയും ക്രൂരനാണെന്ന് വിശ്വസിക്കാൻ മീന തയ്യാറാകുന്നില്ല. ഡ്രാക്കുള ഒരു വാമ്പയർ ആണെന്നും സുഗന്ധം ഉപയോഗിച്ച് ഇരകളെ വശീകരിക്കുമെന്നും വൈദികൻ അവളെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അവളുടെ കഴുത്തിൽ കടിയേറ്റ പാടുകളില്ലെന്ന് കണ്ട് അയാൾ ആശ്വസിക്കുന്നു. തന്റെ മുറിയിലേക്ക് ഓടിപ്പോയി കരയുന്ന മീന മ്യൂസിക് ബോക്സ് തുറക്കുകയും വീണ്ടും പഴയ ഓർമ്മകളിൽ മുഴുകുകയും ചെയ്യുന്നു. ഡ്രാക്കുള പെട്ടെന്ന് അവളുടെ അരികിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവിടെ നിന്ന് പോകാൻ അവൾ ആവശ്യപ്പെടുന്നു. അയാളുടെ ശക്തിയെക്കുറിച്ച് അറിയാത്ത മീന ഡ്രാക്കുള ജനലിലൂടെ താഴേക്ക് ചാടി മരിക്കാൻ പോവുകയാണെന്ന് കരുതി അയാളെ തടയുന്നു. താൻ അവൾക്ക് മേൽ ഒരിക്കലും ആ സുഗന്ധം ഉപയോഗിച്ചിട്ടില്ലെന്ന് ഡ്രാക്കുള ഉറപ്പു നൽകുകയും ആ കുപ്പി തീയിലേക്ക് എറിയുകയും ചെയ്യുന്നു. താൻ രക്തം കുടിക്കാറുണ്ടെന്ന് സമ്മതിക്കുന്ന ഡ്രാക്കുള പക്ഷെ മീനയെ
മീനയെ ഒരിക്കലും തന്റെ ഇരയാക്കില്ലെന്ന് വാഗ്ദാനം ചെയ്യുന്നു. മീനയുടെ മൂക്കിൽ നിന്ന് രക്തം വരുമ്പോൾ ഡ്രാക്കുള അത് തന്റെ വിരലുകൾ കൊണ്ട് തുടച്ചെടുത്ത് രുചിക്കുന്നു. അവളുടെ കൈകൾ പിടിച്ച് അയാൾ സംസാരിക്കുമ്പോൾ പഴയ ഓർമ്മകൾ പൂർണ്ണമായി മീനയിലേക്ക് മടങ്ങിയെത്തുന്നു. എലിസബത്തിയോട് അയാൾ പറഞ്ഞിരുന്ന അവസാന വാക്കുകൾ കേൾക്കുന്നതോടെ മീന തന്റെ പഴയ ബന്ധം അംഗീകരിക്കുകയും ഡ്രാക്കുളയെ ചുംബിക്കുകയും ചെയ്യുന്നു. തനിക്കും അമരത്വം വേണമെന്ന് മീന ആവശ്യപ്പെടുന്നു. തുടർന്ന് ഡ്രാക്കുള അവളെ കടിച്ച് വാമ്പയർ ആക്കി മാറ്റുന്നു. ആ സമയം വീട്ടിൽ ആ സുഗന്ധം അനുഭവപ്പെട്ട വൈദികൻ തോക്കുമായി മീനയുടെ മുറിയിലേക്ക് ഓടിയെത്തുന്നുവെങ്കിലും മുറി ശൂന്യമായിരുന്നു. ഡ്രാക്കുള മീനയെ തന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയിരിക്കാമെന്ന് അവർ മനസ്സിലാക്കുന്നു. അവരെ അവിടേക്ക് നയിക്കാൻ ജോനാഥൻ സമ്മതിക്കുകയും ചെയ്തു. അതേസമയം മരിയ തന്റെ കാമുകനായ ഹെൻറിയുമായി വീണ്ടും ഒന്നിക്കുന്നു. അവൾ അവനോട് വളരെ സ്നേഹത്തോടെ പെരുമാറി അവന്റെ ശ്രദ്ധ തിരിക്കുന്നു. ഈ അവസരം മുതലാക്കി അവൾ അവനെ കടിക്കാൻ ഒരുങ്ങുമ്പോൾ വൈദികന്റെ സംഘം അവളെ തടസ്സപ്പെടുത്തുന്നു. മരിയ രോഷത്തോടെ അലറുകയും ആക്രമിക്കാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നു. പക്ഷെ വൈദികൻ അവളെ ഉടനെ തന്നെ വെടിവെച്ചിട്ടു. എന്നിരുന്നാലും മരിയ പെട്ടെന്ന് സുഖം പ്രാപിക്കുകയും ഹെൻറിയെ അടിച്ചു വീഴ്ത്തുകയും ചെയ്യുന്നു. തുടർന്ന് വൈദികനെ കൊലപ്പെടുത്താനായി അവൾ അയാളെ പിടികൂടുന്നു. എന്നാൽ ജോനാഥൻ ചുവരിലിരുന്ന ഒരു വാളെടുത്ത് പെട്ടെന്ന് തന്നെ മരിയയുടെ തല വെട്ടിമാറ്റുന്നു. അവളുടെ തല തെറിച്ചു വീണ് ഡിയോണ്ടിനെ താഴെ ഇടുന്നു. പക്ഷെ അവളുടെ ശരീരം വൈദികനെ ശ്വാസം മുട്ടിക്കുന്നത് തുടരുന്നു. അല്പസമയത്തിന് ശേഷം അത് തളർന്നു വീഴുകയും ചെയ്തു. ശരീരം അപ്പോഴും വിറച്ചുകൊണ്ടിരുന്നതിനാൽ വൈദികൻ ഒരു കുരിശെടുത്ത് മരിയയുടെ ഹൃദയത്തിൽ കുത്തി അവളെ എന്നേക്കുമായി കൊന്നുകളയുന്നു. ഇതേസമയം റൊമാനിയയിൽ ഡ്രാക്കുളയുടെ സേവകരായ ഒരു കൂട്ടം ജിപ്സി നാടോടികൾ കോട്ടയ്ക്കുള്ളിൽ ഒരു ശവപ്പെട്ടി എത്തിക്കുന്നു. ഡ്രാക്കുളയും മീനയും അതിൽ നിന്ന് പുറത്തു വരുന്നു. അദ്ദേഹം അവൾക്ക് കോട്ട ചുറ്റി കാണിച്ചു കൊടുക്കുന്നു. ഗാർഗോയിലുകളെ കണ്ടുമുട്ടിയ ശേഷം മീന മ്യൂസിക് ബോക്സിലെ സംഗീതം പ്ലേ ചെയ്യുകയും എലിസബത്തിന്റെ വസ്ത്രം ധരിക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും കോട്ടയുടെ കവാടത്തിൽ വൈദികന്റെ സംഘം ഒരു കൂട്ടം സൈനികരുമായി എത്തിയിട്ടുണ്ടായിരുന്നു. ജിപ്സികൾ പോകുന്നതുവരെ കാത്തുനിന്ന അവർ ഉള്ളിൽ പ്രവേശിക്കാനായി കവാടം തുറന്നു പിടിച്ച് അകത്തേക്ക് ഇരച്ചു കയറുന്നു. ഒരു സൈനികൻ മുൻവാതിലിന് നേരെ വെടിയുതിർക്കുമ്പോൾ വനത്തിനടുത്തുള്ള സൈനികർ പീരങ്കികൾ ഉപയോഗിച്ച് കോട്ടയിലേക്ക് വെടിവെക്കുകയും അങ്ങനെ കോട്ടയുടെ പല ഭാഗങ്ങളും തകരാൻ തുടങ്ങുന്നു. താൻ യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ മുറിയിൽ തന്നെ ഇരിക്കാൻ ഡ്രാക്കുള മീനയോട് പറയുന്നു. എന്നാൽ പീരങ്കിയുണ്ടകൾ തന്റെ മേൽക്കൂര തകർക്കുന്നത് കണ്ട് മീന ഭയപ്പെടുന്നു. ഗാർഗോയിലുകൾ സൈനികരോട് പോരാടാൻ ഇറങ്ങുകയും അവരെ ഓരോരുത്തരെയായി വീഴ്ത്തുകയും ചെയ്യുന്നു. എങ്കിലും സൈന്യം എണ്ണത്തിൽ വളരെ കൂടുതലായതിനാൽ അവർക്ക് മുന്നേറാനും കോട്ട പിടിച്ചെടുക്കാനും പ്രയാസമുണ്ടായില്ല. സൈനികർ മുകളിലത്തെ നിലകളിൽ തിരച്ചിൽ നടത്തുമ്പോൾ ജോനാഥൻ തന്റെ സുഹൃത്തുക്കളെ ബേസ്മെന്റിലെ മുറിയിലേക്ക് നയിക്കുന്നു. അവർ വരുന്നത് കണ്ട് മീന തന്റെ വാതിൽ പൂട്ടുന്നു. ബേസ്മെന്റിൽ സൈനികർ ശവപ്പെട്ടിക്ക് നേരെ വെടിയുതിർക്കുന്നു. നിർഭാഗ്യവശാൽ ഡ്രാക്കുള ജോനാഥന്റെ പിന്നിൽ പ്രത്യക്ഷപ്പെടുകയും അവനെ നന്ദിയില്ലാത്തവനെന്ന് വിളിച്ച് അടിച്ചു വീഴ്ത്തുകയും ചെയ്യുന്നു. പിന്നീട് അയാൾ ഒരു വാളുമായി സൈനികരോട് പോരാടാൻ തുടങ്ങി. വളരെ വിദഗ്ധമായ ചലനങ്ങളിലൂടെ അവരെ ഓരോരുത്തരെയും ഡ്രാക്കുള കൊന്നുകളഞ്ഞു. ഉടനെ കൂടുതൽ സൈനികർ എത്തിയെങ്കിലും ഡ്രാക്കുള അവരെയും വേഗത്തിൽ കൊല്ലുന്നു. ഇതേസമയം ഹെൻറി ഒരേ സമയം 2 തോക്കുകൾ ഉപയോഗിച്ച് ഡ്രാക്കുളയെ വെടിവെക്കുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു ഫലമുണ്ടായില്ല. ഡ്രാക്കുള അവന്റെ മേൽ ചാടി വീണ് കഴുത്തിൽ കടിക്കുന്നു. കൈകൊണ്ട് ഒന്ന് ആംഗ്യം കാണിച്ചുകൊണ്ട് ഡ്രാക്കുള വാതിൽ അടക്കുകയും കൂടുതൽ സൈനികർ വരുന്നത് തടയുകയും ചെയ്യുന്നു. ശേഷം പുരോഹിതനെ വാൾമുനയിൽ നിർത്തുന്നു. ദൈവം തന്റെ സൃഷ്ടികൾ നശിപ്പിക്കപ്പെടാൻ ആഗ്രഹിക്കാത്തതിനാൽ ദൈവം ഒരിക്കലും തനിക്ക് വേണ്ടി മറ്റു ജീവികളെ കൊല്ലാൻ ആഗ്രഹിച്ചിട്ടില്ലെന്ന് വൈദികൻ ഡ്രാക്കുളയോട് പറയുന്നു. മനുഷ്യർ കൊല്ലുമ്പോൾ അവർ അത് തങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. ഡ്രാക്കുളയെ രക്ഷിക്കാൻ താൻ ദൈവത്താൽ അയക്കപ്പെട്ടതാണെന്ന് വൈദികൻ പറയുമ്പോൾ തന്റെ ഏകരക്ഷ മീനയാണെന്ന് ഡ്രാക്കുള പറയുന്നു. എന്നിരുന്നാലും ഡ്രാക്കുള അവളുടെ നാശമായിരിക്കുമെന്ന് പുരോഹിതൻ പറയുന്നു. മീന അവളുടെ മുറിയിൽ അലറിക്കരയുന്നത് കേട്ട് ഡ്രാക്കുള അവളെ സഹായിക്കാൻ ഓടുന്നു. ഒപ്പം മറ്റു സൈനികരോട് പോരാടാൻ തന്റെ ഗാർഗോയിലുകളോട് ആവശ്യപ്പെടുന്നു. ഗാർഗോയിലുകൾ ഹാളിലെ സൈനികരോട് പോരാടുമ്പോൾ ഡ്രാക്കുള ആ ഭാഗത്തുള്ള എല്ലാ സൈനികരെയും കൊല്ലുന്നു. എല്ലാവരും വീണു കഴിഞ്ഞപ്പോൾ അവൻ മുറിയിലേക്ക് ഇരച്ചു കയറി മീനയെ കെട്ടിപ്പിടിക്കുന്നു. പുരോഹിതൻ അവനെ പിന്തുടരാൻ ശ്രമിക്കുമ്പോൾ ഡ്രാക്കുള വാതിലടയ്ക്കുന്നു. എന്നിരുന്നാലും അവൻ തന്റെ ഭാര്യയെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ശരിയായ കാര്യം ചെയ്യണമെന്ന് പുരോഹിതൻ അവനെ ഓർമ്മിപ്പിക്കുന്നു. മീനയുടെ അപേക്ഷ അവഗണിച്ച് ഡ്രാക്കുള മുറിയിൽ നിന്ന് പുറത്തിറങ്ങി അവളെ അകത്ത് പൂട്ടിയിടുന്നു. തനിക്ക് മോക്ഷം വേണമെന്ന് പറഞ്ഞ് ഡ്രാക്കുള തന്റെ അന്ത്യത്തിനായി തയ്യാറെടുത്തു. അവൻ വാതിലിനോട് ചേർന്ന് നിൽക്കുമ്പോൾ പുരോഹിതൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഡ്രാക്കുളയുടെ ഹൃദയത്തിൽ ഒരു ആണി തറച്ചു കയറ്റുന്നു. ഇതോടെ ശക്തിയെല്ലാം നശിച്ച ഡ്രാക്കുളയെ മീന മുറിയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു. അവർ അവസാനമായി സംസാരിക്കുന്നതിനിടയിൽ ഡ്രാക്കുള ചാരമായി പോകുന്നു. കോട്ടയിലെ എല്ലാ വിളക്കുകളും അണയുകയും ഗാർഗോയിലുകൾ മനുഷ്യക്കുട്ടികളായി മാറുകയും ചെയ്യുന്നു. ഡ്രാക്കുള സമീപത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നും പിടിച്ചുകൊണ്ടുവന്ന കുട്ടികളായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഗാർഗോയിലുകൾ. ജോനാഥൻ മീനയെ അന്വേഷിച്ച് വരികയും ചാരത്തിന് മുകളിൽ ഇരുന്ന് അവൾ കരയുന്നത് കാണുകയും ചെയ്യുന്നു. ആ ചാരം ഇപ്പോൾ കാറ്റിൽ പറന്നു പോവുകയാണ്. അവളുടെ സ്നേഹം തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ജോനാഥൻ അവിടെ നിന്ന് നടന്നു പോകുന്നു. കോട്ടയ്ക്ക് പുറത്ത് ഡ്രാക്കുളയുടെ ചാരം കാറ്റിൽ പടരുന്നു. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്.